ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പ് പെബിൾസ് അല്ല കേട്ടോ. ഇത് ഞങ്ങളൊരു വാട്ടർഫോൾ കാണാൻ പോയ സമയത്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കുറേ മുമ്പുള്ളതാണ്, ഒരു 3-4 വർഷം മുമ്പേ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിന് കുറേ വലുതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു ഹോം ഡെക്കറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനത് കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. ഇതപ്പോൾ അന്ന് ബാക്കി വന്നിട്ടുള്ള കുറച്ച് പെബിൾസാണ്. അപ്പം ഞാൻ വിചാരിച്ചാൽ അത് വെച്ചിട്ടൊരു വാൾ ഡെക്കറായിട്ട് ചെയ്യാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കാർഡ്ബോർഡ് ഈ വാൾ ഡെക്കറിനൊക്കെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഞാൻ സൈഡിൽ പീസൊന്നും ഒട്ടിച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൽ തന്നെ പ്ലെയിനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെക്കോ പേജ് ചെയ്യുന്ന സമയത്ത് ആ ടിഷ്യൂവിൻ്റെ ബാക്കിലുള്ള ടിഷ്യൂ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെവിക്കോളും പിന്നെ കുറച്ച് വെള്ളവും കൂടെ 2:1 റേഷ്യോയിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു കാർഡ്ബോർഡിലേക്ക് നമ്മൾ ആ ഒരു ഫെവിക്കോൾ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ ഒന്നിങ്ങനെ ഫുള്ളായിട്ട് എല്ലാ ഭാഗവും ആ ഒരു കാർഡ്ബോർഡൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ലെയറായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫെവിക്കോൾ വാട്ടർ മിക്സ് ഉണ്ടായിരുന്നല്ലോ ബാക്കി വന്നിട്ടില്ല. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് സ്റ്റിക്ക് ആവാത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ഇങ്ങനെ ടിഷ്യൂ പൊങ്ങി കിടക്കുന്ന ആ ഭാഗമൊക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയപ്പോൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ കളറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ടൊക്കെ ടിഷ്യൂ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്നിങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ബ്ലാക്ക് പെയിൻറ്റൊക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ആ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പെബിൾസും പിന്നെ കുറച്ച് ചെടിയുടെ കമ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ ഉണങ്ങിയിട്ടുള്ള ടൈപ്പ് കമ്പൊന്നുമല്ല കേട്ടോ, കുറച്ചൊരു പച്ച തന്നെയാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത് ഉണങ്ങി കഴിഞ്ഞാലും അത് ചീത്തയായി പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഒരു പ്ലാന്റ് പോലെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണോ മാച്ച് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതുപോലൊരു പീസ് എടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ലെങ്ത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ബാക്കി ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു കമ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോർഡിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനത്തെ കമ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജൂട്ടിൻ്റെ ത്രെഡോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കമ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു പെബിൾസൊക്കെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു കുഞ്ഞ് പെബിൾസ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു പരന്നിട്ടുള്ള ടൈപ്പ് പെബിൾസ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ആ ഒരു ഇതിൻ്റെ ചുറ്റുമായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ പെറ്റൽ പോലെ വരുന്ന രീതിയിലാണ് കേട്ടോ ഓരോ സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലവറിനെ പോലെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ആദ്യം ഇങ്ങനെ വെച്ച് നോക്കുക, ഏതൊക്കെ പെബിൾസൊക്കെ വരുന്ന സമയത്തായിരിക്കും ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുകയെന്ന്. അപ്പോൾ അങ്ങനെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫ്ലവർ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു ഫ്ലവറും കൂടെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിലുള്ള ഒരു പെബിൾസിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ ആ ഒരു ഫ്ലവർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ നല്ല ഭംഗിയുള്ള പെറ്റൽസിൻ്റെ ഷേപ്പിലുള്ള പെബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ ഭംഗി ഉണ്ടാവും ആ ഒരു ഫ്ലവറൊക്കെ കാണാനും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ഫ്ലവർ നല്ല രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഞാൻ 1-2 പെബിൾസ് എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റമ്മിൻ്റെ അവിടെ ഇങ്ങനെ ലീഫ് പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിലൊരു പെബിൾസ് നല്ല ലീഫിനെ പോലെ തന്നെയുണ്ട്. അപ്പോൾ അത് ബാക്കിയൊന്നും അത്രയ്ക്കൊരു ഷേപ്പുള്ളൊന്നല്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ഏകദേശം ഒരു 2-3 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ലീഫ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 പെബിൾസ് വെച്ചിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ മേലെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്താ ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നെ ഞാനൊരു നീളത്തിലുള്ളൊരു പീസ് എടുത്തിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ താഴെ ഇങ്ങനെ ഒരു ചെടിച്ചട്ടി പോലെയോ പിന്നെ ഒരു റോക്കിൻ്റെ മേലെ ചെടി ഉണ്ടായ പോലെയൊക്കെയുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ എനിക്ക് തോന്നിയതാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ സ്റ്റോൺ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഹാഫ് ആയിട്ടുള്ളൊരു ഫ്ലവറും കൂടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്നിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സാഗ്രീനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ലീഫ് പോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു 3 പെബിൾസ്, അപ്പോൾ അതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കമ്പുണ്ടല്ലോ, അപ്പോൾ അതിനും കൂടെ ആ ഒരു ഗ്രീൻ കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ പോട്ടിനെ പോലെ ഒരു പെബിൾസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലൈറ്റ് പിങ്ക് പേൾ കളറാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സ് പോലെ പെബിൾസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനൊക്കെ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് കളർ പെയിൻ്റ് ആണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഞാനപ്പോൾ ഒരു ലൈറ്റ് കളർ ആയിക്കോട്ടെ, കാരണം ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് അല്ല, അപ്പോൾ അതിൽ നല്ല ലൈറ്റ് കളർ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നടുക്ക് പിങ്ക് അല്ല കേട്ടോ നമുക്ക് വേണ്ടത്, വേറൊരു കളർ ഏതെങ്കിലും കൊടുക്കാം. അപ്പോൾ ആദ്യം ആ ഒരു പെബിൾസിനൊക്കെ ഫുള്ളായിട്ടൊന്നിങ്ങനെ പിങ്ക് കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ ഫ്ലവർ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ലൈറ്റ് പിങ്ക് ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ നടുക്ക് ഞാനൊരു ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ മേലെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 3 പീസിന് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഫ്ലവറിനും ഒക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചൊരു ഡിസൈൻസൊക്കെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 2 കളറും കൂടെ ഇങ്ങനെ സ്പ്രെഡായിട്ട് വേറൊരു ഡിസൈനൊക്കെ ആവും, അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ബ്ലാക്ക് കളർ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു സ്റ്റോണിനൊക്കെ. നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 3 പെബിൾസിൽ താഴെയുള്ള പെബിൾസ് ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലാക്കിന് ആ ഒരു വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു മേലുള്ള 2 സ്റ്റോണിലേക്ക് നമ്മളിങ്ങനെ ഒരു ഔട്ട്ലൈന് പോലെ ഇങ്ങനെ വൈറ്റ് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ നടുക്ക് ഭാഗം ഇങ്ങനെ ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇങ്ങനെ 2 പാച്ചസ് പോലെ ഇങ്ങനെ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പേൾ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ബ്ലൂ കളറ് വെച്ചിട്ട് പിന്നെ ആ ഒരു മറ്റേ സ്റ്റോണിനും ഇങ്ങനെ അതുപോലെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു കളർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്കതിൽ കുറച്ചും കൂടി ഡിസൈൻ ബാക്കിയുണ്ട് കേട്ടോ. നമുക്കതിന് മുമ്പ് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവറിന് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു നടുക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ ഫ്ലവർ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഞാനൊരു മെറ്റാലിക് സിൽവറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ആ ഒരു 3 സ്റ്റോണിൻ്റെ അടുത്ത് ഇങ്ങനെ ചെറുതായിട്ടൊരു ലൈന് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. ഞാനൊരു ബട്ടർഫ്ലൈനെ പോലെയാണ് ആ ഒരു 3 പെബിൾസ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ആ താഴെ ഭാഗം ഇങ്ങനെ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ബോഡി ആയിട്ടും പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ ആ ഒരു ചിറക് പോലെയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ആ ഒരു ലൈനൊക്കെ ചെയ്തെടുത്തപ്പോൾ അത്രയ്ക്കും ക്ലിയർ ആയില്ല, എന്നാലും ഒരു ഏകദേശം ഒരു ബട്ടർഫ്ലൈ പോലെയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ഫ്ലവറിൻ്റെ മേലെ ഇങ്ങനെ ഒരു തേനൊക്കെ കുടിക്കാൻ നിൽക്കുന്ന പോലെയായിട്ട് ഞാൻ ചെയ്തത്. നമുക്ക് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള പെബിൾസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഇങ്ങനെ ഏകദേശം നോക്കിയപ്പം കൊള്ളാൻ തോന്നിയപ്പോൾ ഒന്നിങ്ങനെ ഒട്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ബോർഡിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ അത്രക്കൊരു ക്ലിയർ ഇല്ല. അപ്പോൾ ഞാൻ ഒരു കോട്ടും കൂടെ ഒന്നിങ്ങനെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് അടിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ യെല്ലോ കളർ പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു ലീവ്സിനും പിന്നെ അതുപോലെ ഫ്ലവറിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പെബിൾസ് മാത്രം വെച്ചിട്ട് ഫ്ലവേഴ്സും ലീവ്സും പിന്നെ അതുപോലെ പോട്ട് പിന്നെ അതിലേക്ക് ഒരു ബട്ടർഫ്ലൈ ഒക്കെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലെ പെബിൾസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാനും. അപ്പോൾ ഒരു നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏത് ടൈപ്പ് സ്റ്റോൺസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും കുറേയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് വലിയൊരു ഫ്രെയിമിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയുള്ളത് ആർക്കൊക്കെയാണ് നോക്കാം. ഫാത്തിമ റഷീദ്, ദിയ പ്രവീൺ, ഷിഫ ജിനാസ്, അലീന കെ ഷാജി, ഫാത്തിമ സന, എൽസ് റോസ്, സജ്ന, സെൽമ, ഫിദ ആയിഷ, അൽഷിഫ അഹമ്മദ്, ആൻമേരിയ ജോർജ്, അനിത, മൻഹ, മരിയ, സിയ ഫാത്തിമ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്കോ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിട്ടോട് തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ എന്ന സമയത്ത് എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.